നമുക്കെല്ലാം ഉണ്ടല്ലോ, പക്ഷെ ബന്ധങ്ങളുടെ കെട്ടുറപ്പുകളുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത, സ്മൈലിടാനും കരയാനും എന്നൊക്കെ ഇമോജികളില്ലാത്ത, വാട്സപ്പ് ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ഈ സോഷ്യൽ മീഡിയക്കൊന്നും എതിരല്ല, ഒക്കെ നല്ലതാണ്. ലോകത്തിന്റെ എല്ലാ ദിക്കിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. എന്തിനേറെ പറയുന്ന കടലിന്റെ നടക്കുന്ന കാര്യങ്ങൾ പോലും സാധാരണക്കാരന് പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പത്രപ്രവർത്തകനെ പോലെ പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബന്ധങ്ങൾക്ക് വിലയില്ലാതായി പോയിട്ടുണ്ട്. കാതങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരുത്തനുമായി മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുമ്പം തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് ഒന്ന് സംസാരിക്കാനോ ഒന്ന് മുഖം കൊടുക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവുന്നില്ല, സമയം കണ്ടെത്തുന്നില്ല. ബന്ധങ്ങൾ കാരണം കാതങ്ങൾക്കപ്പുറം നിന്ന് നമ്മളോട് മണിക്കൂറുകളോളം ചാറ്റ് ചെയ്ത ആള് നമ്മളെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവനൊന്നും പറയാനില്ല. മനുഷ്യന്റെ ചിന്താഗതി അങ്ങനെ ആയിപ്പോയി. ഞാൻ ഈ സോഷ്യൽ മീഡിയക്കൊന്നും എതിരല്ല, ഒന്നുകൂടി പറയാം. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ വന്നപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക ജീവിയാണല്ലോ. ആ സാമൂഹിക ജീവി എന്ന രൂപത്തിൽ മനുഷ്യൻ വളർന്നതാണോ പുറകോട്ട് പോയതാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ കുറെ മുമ്പ് ഫോൺ കിട്ടിയിട്ടുണ്ട്. അന്ന് ചുറ്റുവട്ടത്തുമുള്ള ആളുകളെ, പ്രിയപ്പെട്ടവരും ഭർത്താവ് മക്കളൊക്കെ വിദേശത്തു നിന്നും അല്ല എന്നൊക്കെ വീട്ടിലേക്ക് ഒരു ദിവസം മുമ്പേ വിളിച്ചു പറയും, ഞങ്ങൾ നാളെ ഇന്ന സമയത്ത് വിളിക്കുമെന്ന്. അധികവും അത് വൈകുന്നേരങ്ങളിലായിരിക്കും. ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അത് പാതിരാത്രിയാവും. എന്നാലും അവരുടെ പ്രിയപ്പെട്ടവർ ആ വിളിക്ക് കാതോർത്ത് വീട്ടിൽ വന്ന് ഇരുന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് സംതൃപ്തിയോടെ തിരിച്ചുപോയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ 2, 3, 4 വട്ടം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ സംതൃപ്തിയാണോ കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാസത്തിലോ 2 ആഴ്ച കൂടുമ്പോഴോ വരുന്ന കത്ത്, ഇതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് എൻ്റെ തോന്നല്. ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം, നിങ്ങൾക്ക് പറയാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ.